നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഒരു ബാക്ടീരിയയായ ബാസില്ലസ് സബ്റ്റിലിസ് എന്നതിനെക്കുറിച്ചാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. നമുക്കറിയാം, ഈ നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ ഫ്രൂട്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്കി വരുന്നത്. എന്നാൽ നമ്മൾ ഈയിടെ നമ്മൾ കേട്ടതാണ് നമ്മൾ കേരളം ദേശീയ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ പ്രഖ്യാപിച്ചതായി. അത് വേറൊന്നും തന്നെയല്ല, അത് ഈ ബാസില്ലസ് സബ്റ്റിലി തന്നെയാണ്. ഇതൊരു മോശം ബാക്ടീരിയ അല്ല, ഇത് നമുക്ക് നല്ല ബാക്ടീരിയ തന്നെയാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ പ്രകൃതിക്കായാലും എല്ലാം ഇത് നല്ല തന്നെയാണ് ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് നല്ലതാക്കുന്നത് പറയുമ്പോൾ നമ്മുടെ മണ്ണിലാണ്. എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആരോഗ്യനില കൂട്ടിയാണ് ഇത് നല്ലതാക്കുന്നത്. അപ്പോൾ ഇത് ദേശീയ ബാക്ടീരിയ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആരോഗ്യത്തിന് നല്ല ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിന് നല്ലതാവുന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് മൊത്തത്തിൽ ഇത് നല്ലതാവുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ നല്ലതാവുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ കുറേ ബാക്ടീരിയാസ് ഉണ്ട്. അതായത് നല്ല ബാക്ടീരിയാസും മോശം ബാക്ടീരിയാസും. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയയാണ് നമ്മുടെ ബാസില്ലസ് സബ്റ്റിലി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കൂടാതെ തന്നെ ധാരാളം വേറെയും ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഇനിയുള്ള തലമുറയിൽ ഇതുകൊണ്ട് തന്നെ കുറേ ടാബ്ലറ്റ്സും എന്നിങ്ങനെയുള്ള മരുന്നുകളൊക്കെ ധാരാളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നീട് ഇത് നമ്മുടെ മണ്ണിന് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് വെച്ചാൽ, ഇത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും മണ്ണിൻ്റെ ആരോഗ്യനിലയും നിലനിർത്തി കൊണ്ടുവരുന്നു. അങ്ങനെ കർഷകർക്ക് ഇത് നല്ലതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ പെസ്റ്റിസൈഡ്സും അതുപോലെയുള്ള ഈ കീടനാശിനികളൊന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതുള്ളപ്പോൾ. ഇത് മണ്ണിൻ്റെ ആരോഗ്യനില പൂർണ്ണമായും നിലനിർത്തുന്നതാണ്. ഭാവിയിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെയുള്ള മാരകമായ കീടനാശിനികളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് നിലവിൽ വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സെൻറ്റർ ഓഫ് എക്സലൻസ് ഓഫ് മൈക്രോബിയയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ദേശീയ മൈക്രോ ഓർഗാനിസത്തിനെ പ്രഖ്യാപിച്ചത്. ഇത് കൊണ്ടുവന്നത് ഡോക്ടർ സാബു തോമസ് ആണ്. ഇദ്ദേഹം ഇത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ലാഭം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഇനിയും ഇത് വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് തന്നെ ധാരാളം വേറെ മൈക്രോ ഓർഗാനിസത്തിനെയും പിന്നെ അതുകൂടാതെ തന്നെ ഈ മൈക്രോ ഓർഗാനിസം എന്തിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പണ്ട് 2012 ഇന്ത്യയും ഇങ്ങനൊരു ചുവട് വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ദേശീയ മൈക്രോ ഓർഗാനിസത്തെ ഇന്ത്യയും പ്രഖ്യാപിച്ചിരുന്നു. ആ രീതിയിലാണ് കേരളവും ഇത് പ്രഖ്യാപിക്കാൻ ഇടയായത്. പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഇത് ഭാവിയിൽ ഉപകാരപ്പെടുന്നത് പറയുമ്പോൾ നമുക്കറിയാം, ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഇതുമായി തുടങ്ങാൻ സാധിക്കും. പിന്നെ ധാരാളം മരുന്നുകളും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് നിർമ്മിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സയൻസ് മേഖലയിലൊക്കെ വലിയ കയറ്റങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഇതൊരു ചെറിയ സാധനമാണെന്ന് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യരും ഈ ലോകം തന്നെ ഉള്ളൂ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി.